ഹലോ നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് മുതൽ മുടക്കില്ലാതെ തുടങ്ങാനാവുന്ന സംരംഭങ്ങളെക്കുറിച്ചും ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന സംരംഭങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലും നമ്മൾ പുതിയൊരു സംരംഭത്തിൻ്റെ കുറിച്ചുള്ള ഐഡിയാസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്, നല്ല സ്പേസും ആവശ്യമാണ്. ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നതും നല്ല ലാഭം നേടാൻ കഴിയുന്നതുമായ ഒരു ബിസിനസ്സാണിത്, പ്ലാസ്റ്റിക് മോൾഡിംഗ്. പ്ലാസ്റ്റിക് മോൾഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള എക്സ്പീരിയൻസും അതേപോലെ പഠനങ്ങളും ആവശ്യമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും നല്ല രീതിയിലുള്ള അറിവ് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് നേടിയിരിക്കണം. ഈ ബിസിനസ്സും അതുപോലെ തന്നെയാണ്, നല്ല രീതിയിലുള്ള അറിവ് നേടേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോസിലും പേപ്പർ ക്യാരി ബാഗിനെ പ്രൊമോട്ട് ചെയ്യുന്നു, പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് ഇപ്പോൾ പ്ലാസ്റ്റിക് മോൾഡിങ്ങിലേക്ക് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ആ പ്ലാസ്റ്റിക് അല്ല ഈ പ്ലാസ്റ്റിക്. ഇതിന് വളരെ വ്യത്യാസമുണ്ട്. ഇത് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല, ഇത് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് യുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഒരിക്കലും താഴേക്ക് പോവില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈല്, നമ്മുടെ കണ്ണിലെ ഈ കണ്ണട, നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ്, പാത്രങ്ങൾ, അങ്ങനെ എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് മേടിയതാണ് അല്ലെ? അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു പ്ലാസ്റ്റിക് വസ്തുവിലെങ്കിലും ടച്ച് ചെയ്യാതെ നമുക്ക് ആ ദിവസം കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്ലാസ്റ്റിക് മോൾഡിംഗ് എന്നുള്ളൊരു ബിസിനസ് ഒരിക്കലും ഡൗൺ ആവില്ല എന്ന്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഇരുമ്പിലും തടിയിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കൾ ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക്കിൽ ലഭ്യമാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മുടെ ഈ കണ്ണടയുടെ ഫ്രെയിമിന്റെ പ്ലാസ്റ്റിക് അല്ല നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റിന്റെ പ്ലാസ്റ്റിക്, അതല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മഗിന്റെയോ ചെയറിന്റെയോ പ്ലാസ്റ്റിക്. അങ്ങനെ എല്ലാ പ്ലാസ്റ്റിക്സും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ വിശദമായിട്ടൊരു ക്ലാസ് തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ അതിലേക്കൊന്നും കൂടുതൽ നമ്മൾ പോകുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് വന്ന പഴയ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ പൊട്ടിയതും പൊടിഞ്ഞതും ഒക്കെ എടുത്തോണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ? അവര് വന്ന് ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രോഡക്ട്സ് ആയിട്ട് വീണ്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇങ്ങനെ ഇവർ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് ഗ്രന്യൂൾസ് ആക്കിയിട്ട് അതുകൊണ്ട് മേക്ക് ചെയ്യുന്ന വേറെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമല്ലോ. ഇപ്പം പ്ലാസ്റ്റിക് കസേരകളും അതുപോലെ ബേസൻസും സ്റ്റൂളും മഗ്ഗും ഒക്കെ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന കണ്ടിട്ടുണ്ട്, ബ്ലാക്ക് കളറിലൊക്കെ. ഇതൊക്കെ റീയൂസ്ഡ് പ്ലാസ്റ്റിക്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് ഒരു മഗ് വാങ്ങിക്കുകയാണെങ്കിൽ 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു മഗ്ഗിന് നമുക്ക് കൊടുക്കേണ്ടി വരും. ഈ മഗ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഇത് വിപണിയിൽ എത്തിക്കുന്നത് ചിലപ്പോൾ വെറും 9 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ആയിരിക്കും. കമ്പനിയുടെ ലാഭം ഉൾപ്പെടെയുള്ള വിലയാണ് ഈ 10 രൂപ എന്ന് പറയുന്നത്. നമ്മളത് 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ വാങ്ങിക്കുമ്പോൾ ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നത്? കമ്പനി ഇതിന്റെ വില തീരുമാനിക്കുന്നത് ഒരു പീസിന്റെ റേറ്റ് വെച്ചിട്ടല്ല, ഒരു ദിവസം എത്ര മഗ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവരിത് വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ദിവസം അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രൊഡക്ഷൻ ആയിരിക്കും. മാത്രമല്ല ഇതിന്റെ എമൗണ്ട് നമ്മൾ ചിന്തിക്കുന്നതിലും ഒരുപാട് വലുതായിരിക്കും. പ്ലാസ്റ്റിക് മോൾഡിംഗ് കമ്പനികളുടെ പ്രൊഡക്ഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസമോ മണിക്കൂറിലോ മിനിറ്റിലോ ഒന്നുമല്ല, സെക്കൻഡുകൾ കൊണ്ടാണ് അതിന്റെ പ്രൊഡക്ഷൻ തീരുമാനിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഒരു ദിവസത്തെ ലാഭം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ ബിസിനസ്സിന് അത്യാവശ്യം നല്ല സ്പേസ് ആവശ്യമായി വരുമെന്ന്. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് ലക്ഷങ്ങളായിരിക്കും. നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് സാധാരണ വിപണിയിൽ ലഭിക്കുന്ന എന്നാൽ കുറച്ച് വ്യത്യസ്തമായ ഡിസൈനിലൊക്കെ ഉള്ളത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഡിസൈൻ, ഇപ്പൊ കുട്ടികളുടെ കളിപ്പാട്ടം ആയാലും വെള്ളത്തിന്റെ ബോട്ടിലായാലും ഒക്കെ കുറച്ച് വ്യത്യസ്തമായ ഒരു ഡിസൈനിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മളുടേതായ ഡിസൈനിലുള്ള മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്. റെഗുലറായി ചെയ്യാൻ സാധിക്കുന്ന ഒരൊറ്റ വർക്ക് ഒരൊറ്റ കമ്പനിയുമായിട്ട് ഡീൽ ചെയ്താൽ തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം കിട്ടും. മാത്രമല്ല മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാനും സാധിക്കും. നമുക്ക് ഈ ബിസിനസ് തുടക്കത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാതെ ഒരു 10 ലക്ഷം രൂപ, ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപ നമ്മൾ മുതൽ മുടക്കിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വ്യവസായ വകുപ്പ് പ്ലാസ്റ്റിക് മോൾഡിംഗ് ബിസിനസിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര വ്യാപകമായിട്ടൊന്നുമില്ല. ഇപ്പം എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ അതുപോലെയുള്ള കുറച്ച് ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മറുനാട്ടിൽ നിന്നൊക്കെ ജോലി ചെയ്ത് വന്നിട്ട് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടേതായിട്ടുള്ള ഓൺ കമ്പനി എന്നുള്ള രീതിയിലും തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വ്യാപകമല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഈ ബിസിനസ്സിന് ഒരുപാട് സാധ്യതകളുമുണ്ട്.
ഇതിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത് 70% ലാഭമാണ് വരുന്നത്, 30% നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ബിസിനസ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ നല്ല സ്പേസ് ഉള്ള ഒരു ഷട്ടർ ആവശ്യമാണ്. അതുപോലെ മെഷീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാൻഡ് മോൾഡും ലഭ്യമാണ്, അതേപോലെ ഇഞ്ചക്ഷൻ മോൾഡൊക്കെ ലഭ്യമാണ്. ഇത് നമ്മളിപ്പോൾ ഒരു 20 ലക്ഷം രൂപയ്ക്കൊക്കെ പുതിയ മെഷീൻസ് വാങ്ങിക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ കോയമ്പത്തൂർ അല്ലെങ്കിൽ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ 20 ലക്ഷത്തിന്റെ മെഷീൻ എന്ന് പറയുന്നത് 6 ലക്ഷം 7 ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടും. ആദ്യമേ തന്നെ ഈ മേഖലയെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കുക. പിന്നീട് ഇതിന്റെ ലോൺ സൗകര്യങ്ങൾ എങ്ങനെ തുടങ്ങും എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ വ്യവസായ വകുപ്പുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോജക്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി നമുക്ക് ലോൺ സൗകര്യമൊക്കെ അതിലൂടെ ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സാധ്യതയും നല്ല ലാഭവും ലഭിക്കുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ ഈ ഒരു മേഖലയെക്കുറിച്ചും കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയും പുതിയ ബിസിനസ് ഐഡിയാസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. താങ്ക് യു സോ മച്ച്.